Sex determination in animals. Sex determination system is a biological system that determines the development of sexual characteristics of an organism. Most organisms that create offspring using sexual reproduction have two sexes. There are hermaphrodites in place of one or both sexes. There are also some species that have only one sex due to parthenogenesis. ഹിസ്റ്ററി നമ്മളതിൽ ഹിസ്റ്ററിയിലൂടെ ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ കുറേ സയൻറ്റിസ്റ്റുകളുടെ പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫസ്റ്റ് വൺ ഈസ് ദ ഹെൻകി. While studying spermatogenesis of wasp, noted a particular nuclear structure. ഒരു ഹിസ്റ്ററി ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. അങ്ങനെ അദ്ദേഹം അതിന് ഒരു എക്സ് ബോഡി എന്നുള്ള പേര് കൊടുത്തു. അങ്ങനെയാണ് എക്സ് എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത് സെക്സ് ഡിറ്റർമിനേഷൻ. ഇതാണ് ഫസ്റ്റ് എക്സ്പെരിമെന്റൽ എവിഡൻസ്. Now, 1902, S.C. Macklin made extensive observations of spermatogenesis in grasshopper and suggested that X body was involved in determination of sex. He reported that somatic cells of female grasshopper contain 24 chromosomes and male have 23 chromosomes. എന്ന് അദ്ദേഹം കണ്ടെത്തി. Now comes the name of E.B. Wilson and Stevens. Noted that females of Protiner, it is a bug, have 7 pairs of chromosomes and females 7 pairs and male have 6 pairs and an unpaired chromosome. അത് കൂടാതെ unpaired chromosome കൂടെ ഉള്ളതായിട്ട് അദ്ദേഹം കണ്ടെത്തി. They called it as X chromosome. 1908 discovered by chromosome and so named by Stevens. ഇനി സെക്സ് ഡിറ്റർമിനേഷനെ കുറിച്ച് പറയുമ്പോൾ there are 3 theories. അതായത് സ്പെക്കുലേഷൻസ് ആണ്. ഇതൊക്കെ നമുക്ക് നോക്കാം. സെക്സ് ഡിറ്റർമിനേഷനെ കുറിച്ചുള്ള 3 സ്പെക്കുലേഷൻസ്. ഒന്ന് പ്രീഗാമിക്, സെക്കൻഡ് വൺ ഇസ് ദ സിൻഗാമിക് ആൻഡ് ദ തേർഡ് വൺ ഇസ് ദ എപ്പിഗാമിക് തിയറീസ്. പ്രീഗാമിക് തിയറി എന്ന് പറയുമ്പോൾ ഹിയർ the sex of an organism is determined at the gametic level much before fertilization. Syngamic theory holds that sex determined at the zygotic level at the time of fertilization, and epigamic theory claims that sex is determined at the embryonic level after fertilization. അതായത് before fertilization, at the time of fertilization and after fertilization. അങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത്. പ്രീഗാമിക്, then syngamic and epigamic theories. Cytological evidence are concordant only with the syngamic theory. അത് നമുക്കറിയാവുന്നതാണ്. syngamic theoryയാണ് അവിടെ പ്രസക്തമായിട്ടുള്ളത്. Now, sex determination. മെക്കാനിസം ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ 3 ടൈപ്സ് ആയിട്ട് നമുക്ക് അതിനെ പ്രധാനമായിട്ട് തിരിക്കാൻ പറ്റും. എൻവയോൺമെന്റൽ എന്ത് ഇൻഫ്ലുവൻസ് ആണുള്ളത്, ക്രോമസോമിന്റെ ഇൻഫ്ലുവൻസ് എന്താണ്, ജെനിക് എന്നുള്ള ഓരോന്നായിട്ട് നമുക്ക് കടന്നു പോകാവുന്നതാണ്. നോക്കാം. എൻവയോൺമെന്റൽ നോൺ ജെനറ്റിക് സെക്സ് ഡിറ്റർമിനേഷൻ. ഇവിടെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് സെക്സ് ഡിറ്റർമിനേഷനിൽ പങ്കുവയ്ക്കുന്നത്. അത് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ദ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആൻഡ് ലൊക്കേഷൻ ഡിപ്പെൻഡന്റ്. ഓരോന്നായിട്ട് നോക്കാം. ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ സം ആനിമൽസ് ലൈക്ക് ടേർട്ടിൽസ്, അലിഗേറ്റേഴ്സ്, ക്രോക്കഡൈൽ, സം ലിസാർഡ്സ്. ഇതിലൊക്കെ ഏത് ടെമ്പറേച്ചറിലാണോ എക്സ് ഇൻക്യുബേറ്റ് ചെയ്യുന്നത് അതാണ് സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ എഫക്ട്സ് നമുക്ക് അവിടെ നോക്കാം. Only females at high temperature
30 to 35 degree centigrade and only males at 23 to 28 degree centigrade. ഈ ടെമ്പറേച്ചറിൽ ഇൻക്യുബേറ്റ് ചെയ്യുമ്പോൾ വ്യത്യാസം നോക്കൂ. ഫീമെയിൽസ് ആയി മാറുന്നത് ഹൈ ടെമ്പറേച്ചറിലും മെയിൽസ് ആയിട്ട് മാറുന്നത് ലോ ടെമ്പറേച്ചറാണ്. Incubation of eggs at intermediate temperature produce both males and females. High temperature ആകുമ്പോൾ ഫീമെയിൽസ് ഉണ്ടാവുക, ലോ ടെമ്പറേച്ചറിലാണ് ഇൻക്യുബേഷൻ എങ്കിൽ മെയിൽസ് ഉണ്ടാവുക, ഒരു അതിന്റെ ഇടയിലുള്ള ടെമ്പറേച്ചർ ആണെങ്കിൽ രണ്ട് മെയിൽസും ഉണ്ടാവും ഫീമെയിൽസും ഉണ്ടാവും. Most species of turtles show this type of sex determination. Now, only males at high തിരിച്ചാണ്. മെയിൽസ് ഹൈ ടെമ്പറേച്ചറിലും ഫീമെയിൽസ് ലോ ടെമ്പറേച്ചറിലും ഇന്റർമീഡിയറ്റ് ടെമ്പറേച്ചറിൽ രണ്ട് സെക്സും പ്രൊഡ്യൂസ് ചെയ്യും. മെനി സ്പീഷീസ് ഓഫ് ക്രോക്കഡൈൽസ് ആൻഡ് അലിഗേറ്റേഴ്സ് ആൻഡ് ഇൻ സം സ്പീഷീസ് ഓഫ് ലിസാർഡ്സ്. അതാണ് അതിനുള്ള എക്സാമ്പിൾസ്. നേരത്തെ ഫസ്റ്റ് പറഞ്ഞ കേസിന്റെ ഓപ്പോസിറ്റ്, അത് ഹൈ ടെമ്പറേച്ചറിൽ മെയിൽസ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ലോ ടെമ്പറേച്ചറിൽ ഫീമെയിൽസ് ആണ്, ഓൺലി ഫീമെയിൽസ് ഉണ്ടാവുള്ളൂ. അതിന്റെ രണ്ടിനും ഇടയിലുള്ള ഇന്റർമീഡിയറ്റ് ടെമ്പറേച്ചറിൽ മെയിൽസും ഫീമെയിൽസും റിപ്പോർട്ട് ചെയ്യും. ഇനി നോക്കാം, ഓൺലി ഫീമെയിൽസ് അറ്റ് ഹൈ ആൻഡ് low temperatures. Only females at high and low temperatures. At intermediate temperatures, both males and females are produced, but at some intermediate temperatures, only males are produced. അങ്ങനെയുള്ള കേസും കാണാം. എക്സാമ്പിൾ ആണ് ഓസ്ട്രേലിയൻ ക്രോക്കഡൈൽ, സ്നാപ്പിംഗ് ടേർട്ടിൽസ്. അങ്ങനെ മൂന്ന് സാധ്യതകളാണ് ഇവിടെ കാണുന്നത്. ഇതിലെ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള സെക്സ് ഡിറ്റർമിനേഷൻ. Now we can pass on to next one. That is the location dependent sex determination. ഈ ലൊക്കേഷൻ ഡിപ്പെൻഡന്റ് സെക്സ് ഡിറ്റർമിനേഷൻ എന്നുള്ളതിന് എക്സാമ്പിൾ ബൊണേലിയ വിരിഡിസ് എന്ന് പറയുന്ന ഒരു മെറൈൻ വിക്കറോയിഡ് വേം ആണ്. ഈ വേമില് നോക്കാം, ദേ ആർ ഓൾസോ നോൺ ആസ് ദ ഗ്രീൻ സ്പൂൺ വേം എന്നാണ് പറയുന്നത്. ഇതിൽ ആ ഡയഗ്രാം നിങ്ങൾക്ക് കാണാം, ഒരു വലിയ പ്രൊബോസിസ് അവിടെ കാണുന്നുണ്ട്, അത് ഫീമെയിൽ ആണ്. നോക്കാം, ബൊണേലിയ വിരിഡിസ്, ഇതിനെ നമ്മൾ സീ വേം എന്ന് കൂടെ പറയും. വിക്കറോയിഡ് വേം ആണ് ഞാൻ പറഞ്ഞു. ഇവിടെ എൻവയോൺമെന്റ്, അതായത് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇത് എവിടെയാണോ ഇതിന്റെ ലൊക്കേഷൻ, അതായത് ഇവിടെ ഇതിന്റെ ലാർവയ്ക്കുള്ള പ്രത്യേകത, ഇതിന് മെയിലും ഫീമെയിലും ആയി മാറാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. They show sexual dimorphism also. ഇവിടെ നോക്കി നമുക്ക് കാണാൻ പറ്റും, ഫീമെയിൽ ആണ് ആ പ്രൊബോസിസ് ഒക്കെ ഉള്ളത്. മെയില് നോക്കുക വളരെ ചെറുതാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? If young worm is raised from an isolated larva, it becomes a female. ഇത് കാണുന്നത് മഡി ബോട്ടത്തിലാണ് കാണുന്നത്, മഡി ബോട്ടം ഓഫ് ദ സീഷോർ. അപ്പൊ ആ മഡിൽ അങ്ങനെ കിടക്കാണ്, ഫീമെയിൽ ആയിട്ട് യാതൊരു അറ്റാച്ച്മെന്റും ഇല്ലെങ്കിൽ അതെന്തായി മാറും? ആ ലാർവ ഫീമെയിൽ ആയിട്ട് മാറും. If a larva comes in contact with the female, then larva turns into male and eventually migrate to female reproductive tract. Possibly a hormone secreted from the proboscis of female to initiate male sexual differentiation. നേരത്തെ പറഞ്ഞു, ഈ ലാർവയ്ക്ക് മെയിൽ ആവാനും ഫീമെയിലും ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ എക്സ്റ്റേണൽ ഫാക്ടറാണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇത് മഡി ബോട്ടത്തിൽ കാണുകയാണെങ്കിൽ, സീലുള്ള മഡി ബോട്ടത്തിൽ കാണുകയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം ദ ഫീമെയിൽ ആൻഡ് ഇറ്റ് ഇഫ് ഇറ്റ് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ ഫീമെയിൽ ദ ലാർവ ടേൺസ് ഇൻ ടു മെയിൽ. ആ രൂപത്തിലേക്കാണ് ഇത് മാറുന്നത്. ഇതിന്റെ കാരണം നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇറ്റ് ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് environmental control and sex determination, that is the location. Chromosomal sex determination. ഇത് നിങ്ങൾ ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ കാര്യം. എക്സ് എക്സ് വൈ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഡിവിജ്വൽസ് ഡിഫർ ഫ്രം ഈച്ച് അതർ ഇൻ റെസ്പെക്ട് ടു ഐദർ ദ നമ്പർ ഓർ മോർഫോളജി ഓഫ് ദ homologous of one chromosome pair referred to as sex chromosome or allosome, X or Y.
X chromosome found in both males only one, and female has two chromosome. Y chromosome occurs only in one of two sexes of a species. Chromosomes whose number and morphology do not differ between males and females of a species are called autosomes. Mechanisms of chromosomal sex determination. ഇത് നമുക്ക് നോക്കാം ആദ്യം. XX, X0 type. ഇതിൽ തന്നെ നോക്കുക നിങ്ങൾ XX female എന്ന് പറയുമ്പോൾ they are homogametic ആണ്. X0 male, then X0 female, XX male. ഇത് ഓരോന്നായിട്ട് എടുക്കുക. അപ്പോഴാണ് കുറച്ചുകൂടി നിങ്ങൾക്കത് ക്ലിയർ ആകുന്നത്. നോക്കാം. XX female, X0 male. ഇവിടെ എന്താ നമുക്കറിയാം, ഫീമെയില് 2 എക്സ് ക്രോമസോം കാണും. ഇതിനെ നമ്മൾ എന്ത് പറയും? ഹോമോഗാമറ്റിക് ഫീമെയിൽസ് പറയും. കാരണം എന്താണ്? ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഓൺലി എക്സ് ടൈപ്പ് ആണ് പറ്റുള്ളൂ. എക്സ് ടൈപ്പ് ഗാമേറ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മെയിൽ possess only one X chromosome. They are known as the heterogametic males. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ പറയാം? ഫീമെയിൽ ഹോമോഗാമറ്റിക്, മെയിൽ heterogametic type of sex determination എന്ന് പറയാൻ പറ്റും. 0 in X chromosome, 0 in X0 chromosome, that means the absence of another X chromosome എന്നാണ് ഇതിന്റെ അർത്ഥം. ഇത് നമ്മൾ X0 എന്ന് പറയുമ്പോൾ അവിടെ ഒരു എക്സ് ക്രോമസോം ആബ്സെന്റ് ആണ് എന്നാണ് ഡിനോട്ട് ചെയ്യപ്പെടുന്നത്. ഇത് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഗ്രാസ് ഹോപ്പറിൽ കാണുന്നുണ്ട്. പ്രോട്ടീനർ, ഇറ്റ് ഈസ് എ ബഗ് and many other insects, and those belonging to Orthoptera. Orthoptera എന്ന് പറയുന്നത് ഗ്രാസ് ഹോപ്പർ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഓർഡർ ആണ്. ഫാമിലി ക്ലാസ് ഇൻസെക്ട്. ഓക്കെ, if X carrying ovum fertilized by X carrying sperm, സൈഗോട്ട് ഡെവലപ്പ് ഇൻറ്റു ഫീമെയിൽ. ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും, വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. നോക്കുക, ഇവിടെ നോക്കുക, ഫീമെയിൽ XX ആണ്, മെയില് ഒരൊറ്റ ടൈപ്പ് ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, X0 ആണ്. ഇത് അവിടെ കാണിച്ചിട്ടുണ്ട്, നോക്കൂ. അപ്പൊ ഇവിടെ എന്താണ് പ്രത്യേകത? എക്സ് കാരിയിങ് ഓവം ഫെർട്ടിലൈസ്ഡ് ബൈ ആൻ എക്സ് കാരിയിങ് sperm, it will develop into a female. If sperm containing no chromosome unites with ovum, zygote formed is X0 develop into male. Ida, maternal gametes always contain an X chromosome. Sex of offspring depend on whether a sex chromosome is present in male gamete. അടുത്ത നോക്കൂ, X0 ഫീമെയിൽ ആൻഡ് XX മെയിൽ. ഇത് ചില ഇൻസെക്ട്സിലാണ് കാണുന്നത്. എക്സാമ്പിൾ ഫ്യൂമിയ എന്ന് പറയുന്നത് ലെപ്പിഡോപ്റ്ററയിൽ പെട്ടതാണ്. അതായത് നമ്മുടെ എന്താ പറയാ, ബട്ടർഫ്ലൈസ്, മൂത്തൊക്കെ ഉൾപ്പെടുന്ന ഗ്രൂപ്പ്. ഫീമെയിൽസ് ആർ ഹെറ്ററോഗാമറ്റിക് ബിക്കോസ് they can produce two kinds of eggs, half with a X chromosome and half without any X chromosome. And male are homogametic because it can produce single type of sperms. Union of sperm with X chromosome containing egg, XX zygote. അത് വരുമ്പോൾ union of sperm with X chromosome containing egg, XX zygote males. Fertilization of an egg devoid of X chromosome with a sperm, X0 zygote. നമുക്ക് അതിൽ നോക്കാം, അതായിരിക്കും പ്രശ്നം. ഓക്കെ, നോക്കാം. Fertilization of egg devoid of X chromosome with a sperm. അവിടെ വരുന്നത് ഫീമെയിൽ ആയിരിക്കും. ഓക്കെ, ഇനി XX ഫീമെയിൽ, XY മെയിൽ.
ഇത് നിങ്ങൾക്ക് തന്നെ അറിയുന്നതാണ്. നോക്കൂ, മോസ്റ്റ് കോമൺ എമംഗ് ആനിമൽസ്. ഇത് ഹ്യൂമൻ ബീയിങ്സിൽ കാണുന്നതാണ്. അതേപോലെ തന്നെ ഓർക്കാൻ എളുപ്പമാണ്. ഡ്രോസോഫില്ല, മൈസ്, house flies, some fishes, some amphibian. Females are homogametic. കാരണം XX ആണ്. They produce one kind of eggs, each with one X chromosome. Males are heterogrammatic, produce two kinds of sperm, half with X chromosome, half with Y chromosome. So, female homogametic, male heterogametic mechanism. ഇത് നിങ്ങൾക്ക് അറിയാം, ഡ്രോസോഫില്ലയാണ്, അതായത് ഫ്രൂട്ട് ഫ്ലൈ. നമ്മൾ പഴയ ഈച്ച എന്ന് പറയില്ലേ, അതിന്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ഫെർട്ടിലൈസേഷൻ ഓഫ് എഗ് ബൈ എ സ്പേം ഹാവിംഗ് എക്സ് ക്രോമസോം. ഇവിടെ നോക്കൂ, ഫീമെയിൽ ആണ്, ഇവിടെ മെയിൽ ആണ്, ഇവിടെ എക്സും എക്സും കൂടെ നോക്കൂ. Then XY, this is male, this is also male, this is female, this also is female. Union of egg with sperm having Y chromosome, XY zygote, will give male. Then next one is the XY female and XX male. നേരത്തെ പറഞ്ഞതിന്റെ തിരിച്ച്. Found in birds, reptiles, some insects. Example, silkworm. Females have XY chromosome constitution, heterogametic sex. Half the egg have X, rest have Y chromosome. Males have two X chromosomes. They are homogametic. All sperms have one X chromosome. ഇതുണ്ടാവുന്ന എല്ലാത്തിനും ഒരു X chromosome ഉണ്ടായിരിക്കും. Fertilization of X containing egg with a sperm, XX zygote, will give a male. When a Y containing egg is fertilized by a sperm, it will produce a female. Next one is the ZW female and ZZ male. Occur in certain insects, vertebrates like amphibians, reptiles, birds and plants. Female have one Z and one W chromosome, produce two types of X. Male is homomorphic X chromosome. Male two homomorphic Z chromosomes ആണ് കാണുന്നത്. Sex of offsprings depend upon kind of egg. Z bearing egg produce male and W bearing egg produce female. Here the picture is shown. Mom, ZW ആണ് മോം വരുന്നത്. ഡാഡ് തമാശയായിട്ട് കൊടുത്താണ്, ഡാഡ് ZZ ആണ്. ഇവിടെ നോക്കാം, ഈ സെഡും ആവുന്ന കേസിൽ നമുക്കറിയാം അതൊരു മെയിലായിരിക്കും, കോക്കാണ്. ഇവിടെ നോക്കൂ, ഹെന്നാണ്. കണ്ടോ, ഇവിടെ ഈ ബേർഡിന്റെ കേസിൽ ZW. ഓക്കെ. Now, diploid female, haploid male. ഇത് വേറൊരു കേസാണ്. അതായത് നമുക്കറിയാം പാർത്തനോജെനിസിസ് എന്നുള്ളതിനുള്ള ഒരു ഗുഡ് എക്സാമ്പിൾ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. ഇവിടെ ഹൈമനോപ്റ്റീറ, ഓർഡർ ഹൈമനോപ്റ്റീറയിൽ പെട്ടതാണ് ഹണി ബീസ്, ആൻസ് എക്സെട്ര. ഇവരിൽ കാണിക്കുന്ന ഒരു ഇതാണത് ഡിപ്ലോയിഡ് മെയിൽ, ഡിപ്ലോയിഡ് ഫീമെയിൽ ആൻഡ് ഹാപ്ലോയിഡ് മെയിൽ ആണ്. ഇവിടെ
എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. സയന്റിസ്റ്റിന്റെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. An individual sex determined by number of sets of chromosome. First demonstrated by Curzon in 1850. അതിന്റെ ഡയഗ്രത്തിലേക്ക് നോക്കാം, അപ്പോഴായിരിക്കും കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കുക. ഡ്യൂറിങ് സ്പെർമാറ്റോജെനിസിസ്, ഇവിടെ നോക്കൂ, ഇവിടെ during spermatogenesis males produce haploid sperms. Normal meiosis during oogenesis produce haploid eggs. And fertilization of eggs produce diploid zygote develop into diploid larvae, giving rise to workers which are sterile females. Diploid larvae fed on royal jelly develop into fertile females called queen. Unfertilized eggs develop parthenogenetically, produce haploid larvae, fully fertile haploid males. നോക്കൂ, ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ നമുക്കറിയാം ഫീമെയിൽ ആണ് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടാവുന്നത്. So the females are always diploid, but males are otherwise known as the drones. They are always haploid. Why? ഇവിടെ അൺഫെർട്ടിലൈസ്ഡ് എഗ് ആണ് ഡ്രോൺ ആയിട്ട് മാറുന്നത്. ഇവിടെ നടക്കുന്നത് പാർത്തനോജെനിസിസ് ആണ്. എന്താ പാർത്തനോജെനിസിസ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. പാർത്തനോജെനിസിസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് നടക്കുന്നില്ല, ഫെർട്ടിലൈസേഷൻ നടക്കാതെയാണ് എഗ് എന്തായി മാറുന്നത്, ഒരു ലാർവയായിട്ട് മാറുന്നത്. ഇതൊരു ഗുഡ് എക്സാമ്പിൾ ആണ്. It is known as the Arenotoki or Arenotochus parthenogenesis എന്നാണ് ഇതിന് പറയുന്നത്. ഇവിടെ ഒരു മോഡിഫൈഡ് സ്പെർമാറ്റോജെനിസിസ് ആണ് നടക്കുന്നത്. കാരണം മെയിൽ ഓൾറെഡി ഹാപ്ലോയിഡ് ആണ്. അപ്പൊ അവിടെ റിഡക്ഷൻ ഡിവിഷൻ ഒന്നും നടക്കുന്നില്ല. മോഡിഫൈഡ് സ്പെർമാറ്റോജെനിസിസ് വിത്തൗട്ട് റിഡക്ഷൻ ഡിവിഷൻ, the drone can produce haploid sperms, and this haploid sperm fused with a haploid ova, it will produce two groups. One is queen and other is workers. ഇവിടെ ക്യൂനായി മാറുന്നത് റോയൽ ജെല്ലി ഫെഡ് ചെയ്യുന്ന ലാർവയാണ് ക്യൂനായി മാറുന്നത്. അല്ലാത്തവരൊക്കെ എന്തായി മാറും, ഡിപ്ലോയിഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ആയിട്ട് മാറും. ഓക്കെ, next one is the genic sex determination. Genic balance theory ആണ് ഇവിടെ വരുന്നത്. നോക്കാം. Some specific genes located in X and Y chromosomes are involved in sex determination. XY ക്രോമസോമിൽ കാണുന്ന ചില സ്പെസിഫിക് ജീൻസ് ആണ് സെക്സ് ഡിറ്റർമിനേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത്. This explained by genic balance theory of sex determination in Drosophila proposed by Bridges in 1921. Theory എങ്ങനെയാണ്? Sex of an individual is determined by a balance between genes for maleness and those for femaleness present in the individual. നോക്കൂ, sex of an individual is determined by a balance between genes for maleness and those for femaleness present in the individual. In Drosophila, genes for maleness are present in autosomes and those of femaleness are located in X chromosome. അതുകൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. Genes for maleness are present in autosomes
ആൻഡ് ഫീമെയിൽനെസ് ആർ ലൊക്കേറ്റഡ് ഇൻ എക്സ് ക്രോമസോം. ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. നമുക്കറിയാം ഇവിടെ ഫീമെയിൽ ഈസ് XX ആണ്, മെയിൽ XY ആണ്. നമ്മുടെ പോലെ തന്നെ, ഹ്യൂമൻ ബീങ്സിനെ പോലെ തന്നെ. ഓക്കെ. Sex of an individual is determined by ratio of number of its sex chromosome and that of its autosomal sex, termed as sex index. അപ്പോൾ സെക്സ് ഇൻഡെക്സ് എന്താ നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കുക. ഒന്ന്, നമ്പർ ഓഫ് എക്സ് ക്രോമസോംസ്, എത്ര എക്സ് ക്രോമസോം ഉണ്ടോ അതിനെ നമ്പർ ഓഫ് ഓട്ടോസോം സെറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സെക്സ് ഇൻഡെക്സ് കിട്ടും. ഈ സെക്സ് ഇൻഡെക്സിന്റെ ബേസിലാണ് അത് മെയിൽ ആണോ ഫീമെയിൽ ആണോ സൂപ്പർ ഫീമെയിൽ ആണോ സൂപ്പർ മെയിൽ ആണോ അല്ലെങ്കിൽ ഇന്റർസെക്സ് ആണോ എന്നൊക്കെ കണ്ടെത്തുന്നത്. ഇത് ഡ്രോസോഫിലയുടെ കേസിലാണ്. ഡ്രോസോഫില നമുക്കറിയാം മോർഗന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജീവിയാണെന്ന് പറയാം അല്ലെ. സാധാരണ നമ്മൾ പറയുന്ന സമയത്ത് പറയും ഈ ഡ്രോസോഫില ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റും ജെനറ്റിക്സിലൊന്നും നടക്കില്ലായിരുന്നു. ഇപ്പോഴും എക്സ്പെരിമെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഡ്രോസോഫിലയിലാണ് നമ്മൾ തുടങ്ങുന്നത് വാസ്തവത്തിൽ. നോക്കാം. അപ്പൊ ഈ സെക്സ് ഇൻഡെക്സില് 1 ആണെങ്കിൽ അത് നോർമൽ ഫീമെയിൽ ആണ്, 0.5 ആണെങ്കിൽ നോർമൽ മെയിൽ ആണ്. 1നും 0.5നും ഇടയ്ക്കാണെങ്കിൽ ഇന്റർസെക്സ് ആണ്. ഇനി നോക്കൂ, 1നേക്കാളും കൂടുതലാണെങ്കിൽ അത് സൂപ്പർ ഫീമെയിൽ ആയിരിക്കും, 5നേക്കാളും കുറവാണെങ്കിൽ അത് സൂപ്പർ മെയിൽ ആയിരിക്കും. അത് നിങ്ങളൊന്ന് ഓർത്തു വെക്കേണ്ടത് ആവശ്യമാണ്. ഡ്രോസോഫിലയുടെ കേസിലാണിത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്കൊന്ന് നോക്കാം. വളരെ രസകരമായ മറ്റൊരു ഇതാണ് ഗൈനാൻഡ്രോമോസ്. സെക്സ് മൊസൈക്കിസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ടേംസ് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതൊക്കെ എന്താ നമുക്കൊന്ന് കടന്നു പോകാം. നോക്കാം. ഇൻഡിവിജ്വൽ ഷോയിങ് മെയിൽ ക്യാരക്ടറിസ്റ്റിക്സ് in a part of the body and remaining part shows female phenotype. In Drosophila, gynandromorphs are always mosaics for sex chromosome. Parts with male phenotype are always X0 and female phenotype are XX. നോക്കാം, ഇതിൽ ഒരുപാട് കൺഫ്യൂഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് ഞാൻ രണ്ട് ടേംസ് പറയാം. സെക്സ് മൊസൈക്കിസം ഉണ്ട്, ഗൈനാൻഡ്രോമോർഫിസം ഉണ്ട്. ആദ്യം നമുക്ക് നോക്കാം സെക്സ് മൊസൈക്കിസം എന്താണെന്നുള്ളത്. നിങ്ങൾ ഈ പിന്നെ ഫ്ലോറിലൊക്കെ മൊസൈക്ക് ഇട്ടത് കണ്ടിട്ടില്ലേ? ഈ മൊസൈക്ക് ഇടുന്നത് എങ്ങനെയാ? മൊസൈക്ക് എങ്ങനെ ഇരിക്കും? കുറേ സാധനങ്ങൾ, ചിപ്സ് പോലത്തെ സാധനങ്ങൾ ഇങ്ങനെ വെതറിയിട്ടിരിക്കുകയായിരിക്കും. അതേ രൂപത്തിൽ നോക്കാം. സെക്സ് മൊസൈക്കിസം ഇസ് എ കണ്ടീഷൻ ഇൻ വിച്ച് പാച്ചസ് ഓഫ് മെയിൽ സെൽസ് ആൻഡ് ഫീമെയിൽ സെൽസ് ആർ പ്രസന്റ് ഇൻ fully formed viable organism. ജീവിച്ചിരിക്കുന്ന ഒരു ഓർഗാനിസത്തിൽ മെയിൽ സെൽസും ഉണ്ട്, ഫീമെയിൽ സെൽസും ഉണ്ട്. അതായത് XY മെക്കാനിസം ആണെങ്കിൽ XX ഉള്ളതുകൊണ്ട് XY ഉള്ളതുണ്ട്. ഒരേ ജീവിയിൽ തന്നെ കാണുക. അതിങ്ങനെ ചെതറിക്കിടക്കുന്നു. അതിനെയാണ് നമ്മൾ സെക്സ് മൊസൈക്കിസം എന്ന് പറയുന്നത്. ഓർത്തു വെച്ചാൽ മതി, മൊസൈക്ക് പോലെ. ഇതിന്റെ ഒരു എക്സ്ട്രീം ഫോം ആണ് എന്ത്? ഗൈനാൻഡ്രോമോർഫിസം എന്ന് പറയുന്നത്. ഗൈനാൻഡ്രോമോർഫിസം എന്ന് പറയുന്നത് ആ ജീവിയുടെ ഒരു ഭാഗം, one part of the body is phenotypically a male and other part is phenotypically a female. അതിനെയാണ് ഗൈനാൻഡ്രോമോർഫിസം എന്ന് പറയുന്നത്. ഇനി നോക്കാം, അങ്ങനെയുള്ള ഇൻഡിവിജ്വലിനെ നമ്മൾ എന്ത് പറയും? ഗൈനാൻഡ്രോമോർഫ്സ് എന്ന് പറയും. ഗൈനാൻഡേഴ്സ് ഓർ സെക്ഷൽ മൊസൈക്സ് ഓർ സെക്ഷൽ ഷിമേറ. ഇതെന്താ ഷിമേറ എന്ന് പറയുന്നത്? നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇത് നമ്മുടെ ബയോടെക്നോളജിയിലൊക്കെ അത് കേട്ടിട്ടുണ്ട്, ഷിമേറ. അതായത് അതേപോലെ നമ്മൾ മത്സ്യകന്യകന്റെ പ്രത്യേകത എന്താണ്? മത്സ്യകന്യകന് മനുഷ്യനും ഫിഷും എന്നുള്ള ഒരു കൺസെപ്റ്റ് നിന്നാണ് അത് വന്നത് അല്ലേ? അതേപോലെ തന്നെ. അപ്പൊ ഇവിടെ ഷിമേറ എന്ന് പറയാൻ കാരണം ഇവിടെ ഒരു ഭാഗം മെയിൽനെസ്, അതായത് മെയിൽ സെൽസും ഒരു ഭാഗം മുഴുവൻ ഫീമെയിൽ സെൽസും. ഇതിൻ്റെതായിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഇപ്പോ നിങ്ങൾ ഫേഷ്യൽ പെയിന്റ് ഒക്കെ അടിക്കുന്ന സമയത്ത് ഒരു ഭാഗം മുഴുവൻ മെയിൽ ഒരു ഭാഗത്ത് മുഴുവൻ ഫീമെയിൽ, അങ്ങനെ പണ്ട് ഫാൻസി ഡ്രസ് ഒക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. അത് നിങ്ങളെ മനസ്സിലുണ്ടായിരുന്നു.
അതാണ് എക്സ്ട്രീം കേസസ് ഓഫ് സെക്സ് മൊസൈക്കിസം ആണ് ഗൈനാൻഡ്രോമോർഫിസം എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് ഡ്രോസോഫിലയിൽ കാണും, സിൽക്ക് മോത്ത്, ബീസ് ഇതിലൊക്കെ ഇത് കാണാറുണ്ട്. ഇതിന്റെ വേറൊരു പ്രത്യേകത, ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ഹെർമാഫ്രോഡൈറ്റ്സ് ദാറ്റ് ദേ ആർ സ്റ്റെറൈൽ ഇൻഡിവിജ്വൽസ്. Hermaphrodites are fertile and functionally bisexual individuals capable of producing male and female sexes. വേറൊരു ടേം നിങ്ങൾ കേട്ടിട്ടുള്ള ഹെർമാഫ്രോഡൈറ്റ്സ്, ഇതൊരു തെറ്റിദ്ധരിക്കരുത്. ഹെർമാഫ്രോഡൈറ്റ്സിന്റെ കേസിൽ എങ്ങനെയാണ്, അതിൽ മെയിൽ സെൽസ് ഉണ്ട്, ഫീമെയിൽ സെൽസ് ഉണ്ട്. ദേ ആർ സ്റ്റെറൈൽ ആയിരിക്കും. ഏത് ഗൈനാൻഡ്രോമോർഫ്സ് ആർ സ്റ്റെറൈൽ, ബട്ട് ദ ഹെർമാഫ്രോഡൈറ്റ്സ് ആർ ഫെർട്ടൈൽ. They are functionally bisexual individuals ആണ്. എന്നാൽ ഗൈനാൻഡ്രോമോർഫ്സ് എങ്ങനെയല്ല, they are sterile individuals. ആ വ്യത്യാസം കൂടെ ഓർത്ത് വെക്കുക. ഗൈനാൻഡ്രോമോർഫ്സ് are sterile individuals, but hermaphrodites are fertile and functionally bisexual individuals. ഇനി വേറൊരു വ്യത്യാസം കൂടെ നമുക്ക് നോക്കാം. ഈ ഗൈനാൻഡ്രോമോർഫിസത്തിൽ ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽസ് നമ്മൾ ഗൈനാൻഡേഴ്സ് എന്നാണ് പറയുന്നത്. ഈ ഗൈനാൻഡേഴ്സും ഇന്റർസെക്സസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇന്റർസെക്സസ് ആർ സ്റ്റെറൈൽ ഇൻഡിവിജ്വൽസ് ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഇൻ സെക്ഷുവൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതിലെ സെക്സ് ഇൻഡെക്സ് എന്താ നമുക്കറിയാം, 0.5 to 1 ആണ്. ഇനി ഗൈനാൻഡേഴ്സ് ഡിഫർ ഫ്രം ഇന്റർസെക്സസ് ഇൻ ദാറ്റ് ദേ ആർ mosaics of genetically different male cells and female cells which have different chromosomal compositions. Intersexes contain genetically similar cells. അതാണ് വ്യത്യാസം. ഇന്റർസെക്സസിൽ ഒരേ ടൈപ്പ് സെൽസേ കാണുള്ളൂ, ജനറ്റിക്കലി സിമിലർ സെൽസ് ആയിരിക്കും, which are intermediate between normal male cells and normal female cells. ഇന്റർസെക്സസിന്റെ കേസസിൽ ഇവിടെ കാണുന്ന സെൽസ് ഒക്കെ സിമിലർ ആയിരിക്കും, പക്ഷേ ഗൈനാൻഡേഴ്സിന്റെ കേസസിൽ അങ്ങനെയല്ല. ഡിഫറെന്റ് ടൈപ്സ് ആയിട്ടുള്ള ക്രോമസോമൽ കോമ്പസിഷൻ ഉള്ള സെൽസ് ആയിരിക്കും ഗൈനാൻഡേഴ്സിൽ കാണുന്നത്. ഇത് രണ്ട് ഇതിൽ നമ്മളുടെ ഡിഫറൻസ് എപ്പോഴും ഓർത്ത് വെക്കുക, ഗൈനാൻഡേഴ്സ് ആൻഡ് ഇന്റർസെക്സസ്. നെക്സ്റ്റ് വൺ ഈസ് ദ ഹോർമോണൽ കൺട്രോൾ ഓൺ സെക്സ് ഡിറ്റർമിനേഷൻ. ഇതിൽ വളരെ രസകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. നോക്കുക നിങ്ങള്, ഈ ഹയർ ആനിമൽസ് എസ്പെഷ്യലി ഇൻ വെർട്ടിബ്രേറ്റ്സ് where sex hormones play an important role in sex differentiation, sex reversal and sterility in individuals. ഇതിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് ക്രൂസ് ചിക്കൻ. അതായത് ക്രൂസ് ചിക്കൻ എന്താണെന്ന്, ഹെൻ. അതായത് ക്രൂ എന്ന് പറയുന്നത് ഒരു സയന്റിസ്റ്റ് ആണ്. ഇവിടെ എന്താണ് അദ്ദേഹം കണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ക്രൂസ് ഹെൻ എന്നാണ് അതിന് പേര് കൊടുത്തിട്ടുള്ളത്. A curious case of complete sex reversal in hen. സെക്സ് റിവേഴ്സൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഹെൻ ആണ് സെക്സ് റിവേഴ്സൽ, അതൊരു കോക്കായി മാറിയിട്ടുണ്ടാവും. ഇദ്ദേഹം ഒബ്സർവ് ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് എഗ് ലേ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹെൻ മെയിൽ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കാൻ തുടങ്ങി ആൻഡ് പ്രൊഡ്യൂസ് sperm. He could notice that its functional left ovary completely damaged and vestigial right ovary transformed into functional testis. നമുക്കറിയാം ബേർഡ്സില് റൈറ്റ് ഓവറി ഫങ്ഷൻലെസ് ആയിരിക്കും. അത് ഇവിടെ എന്താ സംഭവിച്ചത്, ദി റൈറ്റ് ഓവറി ഫങ്ഷണൽ ടെസ്റ്റിസ് ആയിട്ട് മാറി. ദിസ് ഇസ് ആൻ എക്സെപ്ഷണൽ കേസ് ഇൻ വിച്ച് പ്രൈമറി ആൻഡ് സെക്കൻഡ് കാരസസ് ആർ അണ്ടർഗോൺ ടോട്ടൽ റിവേഴ്സൽ. അങ്ങനെ ആ ഹെന്നിൽ വന്ന മാറ്റം അത് ക്രമേണ എന്ത് ചെയ്യാൻ തുടങ്ങി, സ്പേം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതിനെയാണ് അങ്ങനെയാണ് ആ പേര് വന്നത്, ക്രൂസ് ഹെൻ. ക്രൂ എന്ന സയന്റിസ്റ്റ് ആണ് അത് റിപ്പോർട്ട് ചെയ്തത്. റിമൂവൽ ഓഫ് ഓവറി ഫ്രം ഹെൻ വിൽ റിസൾട്ട് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് മെയിൽ കോംബ് ആൻഡ് മെയിൽ പ്ലൂമേജ്. കോംബ് അല്ല, COMB ആണ്, കോംബ് ആൻഡ് മെയിൽ പ്ലൂമേജ്. ഇത് കാരണമാണ്. In extreme cases, functional testes may also develop and hen may become a cock. ഇതാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകൾ. ഇതിലുള്ള ഒരു എക്സാമ്പിൾ ആണ് ക്രൂസ് ഹെൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ ആണ് ഫ്രീ മാർട്ടിൻ ഇൻ കാറ്റിൽ.
It is an instance of sex modification by hormones without altering the chromosome complement. ക്രോമസോം കോംപ്ലിമെന്റിന് ഒരു മാറ്റവും ഉണ്ടാക്കാതെ സെക്സ് മോഡിഫൈ ചെയ്യും ഹോർമോണിന്റെ ഫലമായിട്ട്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിയർ ദ കാറ്റിൽ ഈസ് സ്റ്റെറൈൽ വിത്ത് സം മെയിൽ ഫീച്ചേഴ്സ്. സ്റ്റെറൈൽ ഫീമെയിൽ ആണ്, പക്ഷെ ചില മെയിൽ ഫീച്ചേഴ്സ് കാണിക്കുന്നു, പക്ഷെ സ്റ്റെറൈൽ ആയിരിക്കും. They develop when the chorionic blood vessels of twin calves of opposite sexes fuse to form a common circulation. അതായത് ഇവിടെ നോക്കുക, കാറ്റലിന്റെ കേസിൽ ട്വിൻ കാഫ്സ് ഓപ്പോസിറ്റ് സെക്സ്, ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലും ആകുന്ന കേസാണെന്ന് വിചാരിക്കാം. ഇവിടെ മെയിൽ കാഫ് ആയിരിക്കും വളരെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ മെയിൽ സെക്സ് ഹോർമോണ് മറ്റേ ഫീമെയിൽ കാഫിലേക്ക് എത്തുകയും ഫീമെയിൽ കാഫ് അത് ഫീമെയിൽ ഫീറ്റസിലേക്ക് എത്തുകയും അവിടെ എന്ത് സംഭവിക്കും? ദേ ഇൻഡ്യൂസ് ഇറ്റ് ടു ഡെവലപ്പ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മെയിൽനെസ്. മെയിൽനെസ്സിലേക്കുള്ള ഡയറക്ഷനിലേക്കായിരിക്കും ആ ഡെവലപ്മെന്റ് പോകുന്നത്. അങ്ങനെ ഇവിടെ ഉണ്ടാവുന്ന ഫീമെയിൽ കാറ്റിൽ എന്ന് പറയുന്നത്, ഫീമെയിൽ കാഫ് എങ്ങനെയായിരിക്കും? ഈസ് ബോൺ വിത്ത് നോൺ ഫങ്ഷണൽ ഓവറീസ് വിച്ച് കണ്ടെയ്ൻ ടെസ്റ്റിക്കുലാർ ടിഷ്യൂസ്. സച്ച് സ്റ്റെറൈൽ ഫീമെയിൽസ് ആർ കോൾഡ് ഫ്രീ മാർട്ടിൻസ്. ഇതിന് പറയുന്ന പേരാണ് ഫ്രീ മാർട്ടിൻസ് എന്ന്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫ്രീ മാർട്ടിൻ ഇൻ കാറ്റിൽ. ഇവിടെ ട്വിൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് സെക്സ് ആവുമ്പോൾ മെയിലായിരിക്കും ആദ്യമേ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അവിടെയുള്ള മെയിൽ സെക്സ് ഹോർമോൺസ് ഈ ഫീമെയിൽ കാഫിന്റെ മുകളിലുള്ള ഇൻഫ്ലുവൻസ്, അത് ഫീമെയിൽ ഫീറ്റസിന്റെ മുകളിലുള്ള ഇൻഫ്ലുവൻസ് എന്തായിരിക്കും? They induce it to develop in the direction of maleness. Here, the female cattle is without female characteristics, but it shows some male characteristics. But in this case, it is sterile also. Next topic is dosage compensation, lionization, and Barr bodies. നമുക്ക് നോക്കാം. Barr bodies BARR ആണ്. In Drosophila, placental mammals, ഇതിലൊക്കെ നമുക്കറിയാം ഫീമെയിലില് 2 എക്സ് ക്രോമസോംസും മെയിലില് 1 എക്സ് ക്രോമസോം ഉണ്ടാവുന്നുണ്ട്, ഒരു സൊമാറ്റിക് സെൽ. അപ്പൊ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഫീമെയിലില് ഡബിൾ ഡോസ് ഓഫ് എക്സ് ലിങ്ക്ഡ് ജീൻസ് ഉണ്ടാവും. എക്സ് ലിങ്ക്ഡ് ജീൻസ് എന്ന് പറയുന്നത് എക്സ് ക്രോമസോമിൽ കാണുന്ന ബോഡി ക്യാരക്ടേഴ്സിനൊക്കെ നിയന്ത്രിക്കുന്ന ജീൻസ് ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? എക്സ് ലിങ്ക്ഡ് ജീൻ നമ്മൾ വിശദമായിട്ട് പഠിക്കുകയും ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? ഇതൊക്കെ ഉണ്ടാക്കുന്ന പ്രോട്ടീന്റെ അളവ് ഫീമെയിൽ എന്തായിരിക്കും? കൂടുതലായി പോകും. അപ്പൊ പിന്നെ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ അല്ലാതാവില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു കേസിൽ ഈ ജനറ്റിക് ഡിസ്പാരിറ്റി ഓഫ് എക്സ്റ്റിങ്ക്ട് ജീൻസ് ഇൻ ബോത്ത് സെക്സസ് എക്സ്പ്രസ്ഡ് അറ്റ് ദ സെയിം ഡിഗ്രി. എന്നാൽ ഇത് ഒരേ ഡിഗ്രിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രോട്ടീൻസ് ഇതൊക്കെ ജീൻസിന്റെ ഒക്കെ ആക്ടിവിറ്റി, അതായത് ഒരേ ലെവലിൽ പോകാൻ പാടുള്ളൂ, മെയിൽ ആയാലും ഫീമെയിൽ ആയാലും. അപ്പൊ ഇത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ഇത് ഡോസേജ് കോമ്പൻസേഷൻ എന്നൊരു ബാലൻസിങ് മെക്കാനിസം ആണ്. ഡോസേജ് കോമ്പൻസേഷൻ, കോമ്പൻസേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരേപോലെ ആക്കുക ഡോസ്. ഇത് പല രീതിയിലാണ് നടക്കുന്നത്. നമുക്ക് നോക്കാം. ഡ്രോസോഫില്ല, ആദ്യത്തെ കേസ് ഡ്രോസോഫില്ല ആണ്. ഡ്രോസോഫില്ലയുടെ കേസിൽ എങ്ങനെയായിരിക്കും? ഡോസേജ് കോമ്പൻസേഷൻ ഇൻ ഡ്രോസോഫില്ല. ഇവിടെ XS-XY മെക്കാനിസം ആണ്. XX ഫീമെയിൽ ആണ്, XY മെയിൽ ആണ്. ഇവിടെ എന്ത് ചെയ്യും? മെയില് നമുക്കറിയാം 1 എക്സ് ക്രോമസോം ആണുള്ളത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? റേസിംഗ് ദ ട്രാൻസ്ക്രിപ്ഷണൽ ആക്ടിവിറ്റി ഓഫ് എക്സ് ലിങ്ക്ഡ് ജീൻസ് ഇൻ മെയിൽസ് ട്വൈസ്. അതങ്ങോട്ട് ഇരട്ടിയാക്കും. ഉള്ള 1 എക്സ് ക്രോമസോമിലുള്ള എക്സ് ലിങ്ക്ഡ് ജീൻസിന്റെ ട്രാൻസ്ക്രിപ്ഷണൽ ആക്ടിവിറ്റി ഡബിൾ ആക്കുമ്പോൾ ഫീമെയിലുമായിട്ട് കോമ്പൻസേറ്റ് ചെയ്യും. ഇനി മാമൽസിന്റെ കേസിൽ എങ്ങനെയാണ്? ഡോസേജ് കോമ്പൻസേഷൻ ഇൻ മാമൽസ്. ഹിയർ കംസ് ദ ലയോൺ ഹൈപ്പോത്തിസിസ്. മേരി ലയോൺ, ആഫ്റ്റർ മേരി ലയോൺ, അത് അവരുടെ മരണശേഷമാണ് ആ പേര് കൊടുത്തത്. ലയോണൈസേഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ബാർ ബോഡി നമുക്ക് കാണാം.
ബാർ ബോഡി എന്ന് പറയുന്ന എക്സ്ട്രീം heterochromatinisation of sex chromatin is called lionization and inactivation of X chromosome by lionization is called the X inactivation എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ നമുക്ക് രണ്ട് എക്സ് ക്രോമസോം ഫീമെയിലിന്റെ കേസിലുണ്ടല്ലോ, ഇതിലുള്ള ഒരു എക്സ് ക്രോമസോം എന്താവും, അതിന്റെ ഹെറ്ററോക്രോമാറ്റിനൈസേഷൻ നടക്കുകയും അത് ഇനാക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. നോട്ട് ആക്റ്റീവ്, നോട്ട് ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ്. അപ്പൊ അതുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിൽ നിൽക്കും. അത് എന്തായി മാറും, ബാർ ബോഡി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ ബാർ ബോഡി ആണ് സൈറ്റോളജിക്കൽ എവിഡൻസ് ഓഫ് ഇനാക്ടിവേഷൻ ഓഫ് വൺ ഓഫ് ദ എക്സ് ക്രോമസോം. ഈ ബാർ ബോഡിയെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാൻ നോക്കാം. ബാർ ബോഡി എന്ന് പറയുന്നത് ആഫ്റ്റർ ബാർ ആൻഡ് ബെർട്ര 1949 or it is also known as the sex chromatin body. It is highly heterochromatinized and inactivated mass of sex chromatin of X chromosome of a female mammal. ഇതിന്റെ പ്രാക്ടിക്കൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ഇയറിൽ ചെയ്ത് കാണും. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്തത്, ചീക്ക് എപ്പിത്തീലിയം എടുത്തിട്ട് എക്സ്പെരിമെന്റ് ചെയ്ത് ഓർക്കുന്നുണ്ടോ, ബാർ ബോഡി കാണാൻ വേണ്ടിയിട്ട്. The highly condensed sex chromatin of nearly 3 to 5% of polymorphonuclear leukocytes, that is granulocytes of human females, is blood-like and is called drumstick. ഇത് നമുക്ക് ഗ്രാനുലോസൈറ്റ്സിൽ കാണാം. അതേപോലെ തന്നെ അതൊരു ഡ്രം സ്റ്റിക്ക് പോലെയാണ് കാണാൻ. എന്താ ഡ്രം സ്റ്റിക്ക്, മുരിങ്ങക്കായ അല്ലെ, അതേപോലെ നമുക്കത് കാണാൻ പറ്റും. ഇനി നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്നത് എങ്ങനെ, ഏതിലാണ്, ചീക്ക് എപ്പിത്തീലിയത്തിൽ നമുക്ക് ഒരു ചെറിയ ഡോട്ടായിട്ട് ഇത് കാണാൻ പറ്റും. പ്രാക്ടിക്കൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഇതിന് വേറൊരു സാധ്യത എന്താന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്ക് there is a definite correlation between the number of bar bodies and the number of X chromosome. The number of bar bodies present in the nucleus of a cell is always one less than the number of X chromosome. So, an XX female normally will have one bar body and an X0 female and XY male will have none. ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഇതെല്ലാം നമുക്കറിയാം, എന്താണ് മറ്റേ ടേർണർ സിൻഡ്രോം, അതേപോലെ തന്നെ ക്ലൈഫെൻഡർ സിൻഡ്രോം, അതിലൊക്കെ ഈ ബാർ ബോഡിയിൽ വരുന്ന എണ്ണത്തിലുള്ള മാറ്റം നമുക്ക് കണ്ടെത്താവുന്നതാണ്. It is also used in sex verification and prenatal sex detection test. The presence of bar body confirms femaleness. പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് ആൺകുട്ടികളെ എൻ്റെ ഇതിൽ ബാർ ബോഡി കിട്ടി, എന്താ ചീക്ക് എപ്പിത്തീലിയത്തിൽ കണ്ടു എന്നൊന്നും പറഞ്ഞ് ഓടി വരരുത്. ഉണ്ടാവില്ലല്ലോ, നിങ്ങൾക്ക് അറിയാലോ, XY ആയതുകൊണ്ട് തന്നെ അതിൽ എന്തില്ല, ഹെട്രോക്രോമാറ്റിനൈസേഷനോ വൺ ഓഫ് ദ എക്സ് ക്രോമസോം നടക്കുന്നുമില്ല, ബാർ ബോഡീസ് കാണുന്നുമില്ല. അപ്പൊ ഇവിടെ വെച്ച് ഞാൻ ക്ലാസ് നിർത്തുകയാണ്. നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും തോന്നുന്നു. നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു, ആദ്യം പറഞ്ഞത് നമ്മൾ സെക്സ് ഡിറ്റർമിനേഷനെ കുറിച്ചാണ്. കുറെ, അതായത് ചില സ്പെക്കുലേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു, പ്രീഗാമിക്, സിൻഗാമിക് ആൻഡ് എപ്പിഗാമിക്. അതിൽ സിൻഗാമിക്കിന്റെ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇനി സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്ന നമുക്കറിയാം, ക്രോമസോമൽ തിയറി ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഹോർമോണൽ തിയറി ഉണ്ട്, ദെൻ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, ലൊക്കേഷൻ അനുസരിച്ച് എന്ത് മാറ്റമാണുള്ളത്, അതേപോലെ ജെനിക് ബാലൻസ് തിയറിയെ കുറിച്ച് പറഞ്ഞു, ഇവിടെ വരുന്ന പാർത്തനോജൻസിനെ കുറിച്ച് പറഞ്ഞു, എക്സാമ്പിൾ ആയിട്ട് ഹണി ബീയുടെ കേസാണ് പറഞ്ഞത്, ദെൻ ഗൈനാൻഡ്രോമോർഫ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ദെൻ സെക്സ് മൊസൈക്കിസം, ഇന്റർസെക്സ്, ദെൻ ഡോസേജ് കോമ്പൻസേഷൻ, ലയണൈസേഷൻ ആൻഡ് ബാർ ബോഡീസ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫോം വാട്സപ്പിൽ ഇടും, അതെടുത്ത് ഫില്ല് ചെയ്യുക.
ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് മുമ്പേ വാട്സപ്പിൽ വന്നിട്ടുണ്ടാവും. അത് വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങളുടെ അറ്റൻഡൻസും ഇന്റേണൽ മാർക്കും ഒക്കെ തീരുമാനിക്കപ്പെടുന്നതും. താങ്ക് യു ഫോർ ലിസണിങ്.